ഹലോ ഫ്രണ്ട്സ്, ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ലിക്വിഡ് എംബ്രോയ്ഡറിയുടെ ഇൻട്രൊഡക്ഷൻ നോക്കുകയാണ്. ഇതുവരെ നമ്മൾ ഈ ലിക്വിഡ് എംബ്രോയ്ഡറി വെച്ചിട്ട് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ജസ്റ്റ് നമുക്കതൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതായത് അത് വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. പിന്നെ അതിനുശേഷം നമുക്ക് വേറെ വീഡിയോസ് ചെയ്യാം, ഡിസൈൻസൊക്കെ ചെയ്യാം. അപ്പോൾ നമുക്ക് എല്ലാ ടൈപ്പ്, അതായത് നമ്മൾ ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്യുന്ന അതേപോലെ തന്നെ ആ സ്റ്റിച്ചുകൾ ഏകദേശം നമുക്ക് ഈ ഒരു ലിക്വിഡ് എംബ്രോയ്ഡറി വെച്ചിട്ടും ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ബോട്ടിൽ വരുന്നത്. അതിൻ്റെ ബാക്ക് സൈഡിൽ അതിൻ്റെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് അതിൻ്റെ ഷെയ്ഡ് എഴുതിയിട്ടുണ്ടാകും. കണ്ടില്ലേ, ഇപ്പോൾ ഇത് ഗോൾഡ് ഷെയ്ഡാണുള്ളത്. നമുക്കത് നോക്കിയിട്ട് വാങ്ങാം. ചിലപ്പോൾ ബോട്ടിലിൻ്റെ കളർ നോക്കാൻ ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്ക് ആ ഒരു ഷെയ്ഡ് നോക്കിയിട്ട് വാങ്ങാം. പിന്നെ ഇതിന് ഒരു 25 രൂപയാണ് ഒരു ബോട്ടിലിൻ്റെ വില. ഓൺലൈനിലും കിട്ടും കേട്ടോ. പിന്നെ അതിൻ്റെ വേറൊരു ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഷേപ്പാണ് ബോട്ടിൽ. ഇതിൻ്റെ ടിപ്പ് എന്ന് വെച്ചാൽ വളരെ നല്ല എന്താണ് പറയുക, ഒരു കോൺ, നമ്മൾ ഈ മെഹന്തി ഒക്കെ ഇടില്ലേ, അതുപോലത്തെ ഒരു കോണിൻ്റെ ഷേപ്പിലാണ് ഇതും വരുന്നത്. നമുക്ക് മെഹന്തി ഇടുന്ന പോലെ തന്നെ ഇതിലും ഡിസൈൻസൊക്കെ ചെയ്യാൻ കഴിയും. അത്രയ്ക്കും സിമ്പിളായിട്ട് നമുക്ക് എല്ലാ ഡിസൈൻസൊക്കെ വരയ്ക്കാൻ കഴിയും. ഇപ്പോൾ മെഹന്തിയൊക്കെ ഇടാൻ നല്ല അറിയുന്നവരാണെങ്കിൽ അതുപോലെ തന്നെ ഡിസൈന് ഇത് വെച്ചിട്ടും ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു ടൈപ്പിൽ വരുന്നത്, ഇതിൻ്റെ ടിപ്പ് എന്ന് വെച്ചാൽ ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ റേറ്റ് 22 രൂപയാണ്. ഇതിന് 25. അപ്പോൾ ഇതിൽ നമുക്ക് കൂടുതലും എന്താ പറയുക, മെറ്റാലിക് കളേഴ്സൊക്കെയാണ് കിട്ടുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്കൊന്ന് അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് ആദ്യം ഒന്ന് ഷേക്ക് ചെയ്യണേ. നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്തിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് പ്രസ് ചെയ്യുമ്പോൾ തന്നെ അതൊന്ന് വരും. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ കോണൊക്കെ ഇടുന്ന, മെഹന്തിയൊക്കെ ഇടുന്ന അതേപോലെ തന്നെ നമുക്ക് ഡിസൈൻസൊക്കെ ഇതിൽ വരയ്ക്കാൻ കഴിയും. പിന്നെ നമ്മൾ ഇടുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറച്ച് കട്ടിയിൽ ഇടാനായിട്ട് നോക്കുക. കാരണം ഇത് നമ്മൾ ചെയ്ത അപ്പം തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇതൊരു ലിക്വിഡ് ടൈപ്പ് അല്ലേ, അപ്പോൾ ഇത് ഡ്രൈ ആയിട്ടാവും നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ കുറച്ച് കട്ടിയിൽ വരച്ച് ചെയ്യണം. ഇത് കട്ടിയിലിട്ട് കഴിഞ്ഞിട്ട് അത് ഡ്രൈ ആവുമ്പോൾ കറക്റ്റ് ഷേപ്പിൽ, അതായത് അതിൻ്റെ ഒരു കട്ടി കുറഞ്ഞ് തിന്നായിട്ട് വരും. ഇങ്ങനെ നമുക്ക് എല്ലാ ഡിസൈൻസും ഇത് വെച്ചിട്ട് വരയ്ക്കാൻ കഴിയും. പിന്നെ നമുക്ക് ഇത് വെച്ച് തന്നെ ഉൾഭാഗത്ത് ഫില്ല് ചെയ്ത് കൊടുക്കാനും കഴിയും കേട്ടോ. പിന്നെ ഇത് ഡ്രൈ ആവാനായിട്ട് കുറച്ച് ടൈം എടുക്കും. ഒരു 3 മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും. നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഡിസൈൻ ചെയ്തിട്ട് പോകാനൊന്നും കഴിയില്ല. പിന്നെയെന്ന് വെച്ചാൽ ഇത് ഡ്രൈ ആയി കഴിഞ്ഞിട്ട് ഇത് തുണി മറിച്ചിട്ടിട്ടൊന്ന് അയൺ ചെയ്യണം. പിന്നെ കണ്ടോ, ഇതിൻ്റെ താഴ്ഭാഗത്തൊന്നും അധികം വന്നിട്ടൊന്നുമില്ല. അതായത് കുറച്ച് കട്ടിയുള്ള മെറ്റീരിയലാണിത്. അതുകൊണ്ടാണ് ഇങ്ങനെ. കട്ടിയില്ലാത്ത മെറ്റീരിയൽ ആകുമ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ അടിഭാഗത്ത്, ഇനിയിപ്പോൾ ഫ്രെയിം ഇല്ലയെന്നുണ്ടെങ്കിൽ അടിഭാഗത്ത് വല്ല പേപ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലാസ്റ്റിക് ഷീറ്റോ എന്തെങ്കിലും വെച്ചിട്ട് ചെയ്യുന്നതാവും നല്ലത്. ഇനി ഈ ഒരു ടൈപ്പ് അധികം ഫില്ല് ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇല്ല, ഇതിപ്പോൾ ഒരു ഗ്ലിറ്ററിങ് ഉള്ളൊരു സിൽവർ കളറാണ്. ഇതൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ കാണാൻ വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല. അതായത് ഒരു ഡ്രൈ ആയി കഴിയുമ്പോഴേക്കും അതിൻ്റെ കറക്റ്റ് ആ ഒരു ഭംഗി ഉണ്ടാവുക. അപ്പോൾ നമുക്കിത് വെച്ചിട്ട് എല്ലാ ഡിസൈൻസും നമുക്ക് ചെയ്യാൻ പറ്റും. മാക്സിമം നമ്മളിപ്പോൾ ഒരു
രാത്രിയൊക്കെ ചെയ്തിട്ട് പിറ്റേന്ന് രാവിലെയൊക്കെ എടുക്കുമ്പോഴേക്കും കുറച്ചുകൂടെ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കിട്ടുക. അപ്പോൾ ഇത് എല്ലാ കളേഴ്സിലും നമുക്ക് അവൈലബിൾ ആണ്. ഇത് നന്നായിട്ട് വരയ്ക്കാൻ അറിയുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഡിസൈൻ ചെയ്യാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് ഡിസൈനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കോപ്പി ചെയ്തിട്ട് വരയ്ക്കാൻ പറ്റും.